അശാന്തം പശ്ചിമേഷ്യ. അയത്തുള്ള അലി ഖമനേനിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച് ഇന്ത്യ. ഡൽഹിയിലെ ഇറാൻ എംബസിയിലെത്തിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി അനുശോചന ബുക്കിൽ ഒപ്പുവെച്ചു. ആദ്യമായിട്ടാണ് ഖമേനിയുടെ മരണത്തിൽ ഇന്ത്യ പ്രതികരിക്കുന്നത്. ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ ഒപ്പമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇന്ത്യയിലെ ഇറാൻ പ്രതിനിധി മുഹമ്മദ് ഫത്താലി വ്യക്തമാക്കി. ഇതിനിടെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ടെഹ്റാനിലും ലെബനനിലും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ശക്തമാണ്. ഇറാനിൽ മരണസംഖ്യ 1230 റിപ്പോർട്ടുണ്ട്. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ പ്രത്യാക്രമണം രൂക്ഷമാണ്. അസർബൈജാനിലും ഇറാഖിലെ കുർദിഷ് മേഖലകളിലേക്കും സംഘർഷം വ്യാപിച്ചു. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ വിഷയത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ്. നേരത്തെ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യക്കകത്ത് തന്നെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്ത്യ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളത്. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇറാനൊപ്പം എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയുണ്ടായോ? എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്? നിലവിൽ ഇന്ത്യ ഇറാനൊപ്പമുണ്ടെന്നോ അല്ലെങ്കിൽ യുദ്ധത്തിന് പിന്തുണ നൽകുന്നെന്നോ അങ്ങനെ ഒന്നും തന്നെ ഇന്ത്യ പറഞ്ഞതായിട്ട് നിലവിൽ നമുക്ക് വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇന്ത്യ നിലവിൽ ചെയ്തിട്ടുള്ളത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമനേനിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുക മാത്രമാണ്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള വിക്രം മിസ്രി ഡൽഹിയിലുള്ള ഇറാൻ എംബസിയിൽ നേരിട്ടെത്തി അനുശോചന ബുക്കിൽ ഒപ്പുവെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഇറാനിയൻ പ്രതിനിധിയായിട്ടുള്ള മുഹമ്മദ് ഫത്താലിയെ അദ്ദേഹം നേരിട്ട് കണ്ടു, സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം CNN ന്യൂസ് 18നോട് ഒരു പ്രതികരണം നടത്തിയിരുന്നു മുഹമ്മദ് ഫത്താലി. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇറാൻ ശക്തമായി തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും തിരിച്ചടി നൽകും. ഈ സംഘർഷത്തിൽ ഇന്ത്യയുടെ ഇന്ത്യ പിന്തുണയ്ക്കും എന്നാണ് പ്രതീക്ഷ എന്നാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് മുഹമ്മദ് ഫത്താലി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇന്ത്യ നിലവിൽ ഇത്തരം പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നോ മറ്റു കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയെ എസ് ജയശങ്കർ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ടെലിഫോണിൽ എന്തൊക്കെയാണ് സംസാരിച്ചതെന്നുള്ള വിവരങ്ങളും നിലവിൽ പുറത്തു വന്നിട്ടില്ല. എന്തായാലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അബ്ബാസ് അറക്ചിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതിലും ഇന്ത്യയുടെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറത്തു വന്നിട്ടില്ല. അത് വരുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഈ സംഘർഷത്തിൽ എന്ത് ഔദ്യോഗിക നിലപാട് എടുത്തു എന്നതിൻ്റെ പുതിയ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇന്ത്യ ഇതുവരെ എടുത്തിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് ഒരു നിഷ്പക്ഷമായിട്ടുള്ള നിലപാടാണ്. ഈ നിഷ്പക്ഷതയെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യക്കകത്ത് നിന്ന് തന്നെ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു. ഇന്ത്യയിലുള്ള മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് തന്നെയായിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. സോണിയാഗാന്ധി ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ കടുത്ത വിമർശനങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരം നിഷ്പക്ഷത, അതായത് US-ഉം ഇസ്രായേലും ഇത്തരത്തിൽ ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യ മൗനം തുടരുന്നത് അത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കും എന്നെല്ലാം സോണിയാഗാന്ധി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇന്ത്യ നിലവിൽ അബ്ബാസ് അറക്ചിയുടെ മരണത്തിൽ ഒരു നിലപാട്, ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്നു. ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സംഘർഷം ഇപ്പോഴും അതിരൂക്ഷമായി തന്നെ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ 2 സ്ഥലങ്ങളിലേക്ക് കൂടി സംഘർഷം വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന് ഇറാഖിലുള്ള കുർദിഷ് മേഖലകളിലും അതുപോലെ തന്നെ അസർബൈജാൻ മേഖലയിലും. ഈ കുർദിഷ് മേഖലയിലെ ഒരു സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇറാഖിലെ കുർദിഷ് മേഖല കേന്ദ്രീകരിച്ച് ഇത്തരമൊരു നീക്കം ഇറാൻ നടത്തിയതെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്ക ഈ കുർദിഷ് മേഖലയിലുള്ള ചില സായുധ പോരാളികളുമായി ചർച്ച നടത്തി ഇറാനെതിരെ സൈനിക നീക്കം നടത്താനായി ആവശ്യപ്പെട്ടതായിട്ടാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതിനൊരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് ഇറാഖിലുള്ള കുർദിഷ് മേഖലയെ ആക്രമിച്ചത്. അതുപോലെ തന്നെ അസർബൈജാനിൽ 2 സ്ഥലങ്ങളിൽ ഒരു ഇറാനിയൻ ഡ്രോൺ വന്ന് വീഴുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ചില നേരിയ നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ ഏതാനും പേർക്ക് പരിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള നാക്ചിവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ടെർമിനൽ കെട്ടിടത്തിലും അതുപോലെ തന്നെ ഷക്കർബാദിലെ ഒരു സ്കൂൾ കെട്ടിടത്തിന് സമീപവുമാണ് ഇത്തരത്തിൽ 2 ഡ്രോണുകൾ വന്ന് പതിക്കുന്ന സ്ഥിതി ഉണ്ടായത്. എന്നാൽ ഇറാൻ്റെ സൈനിക മന്ത്രാലയമാണെങ്കിൽ
ആണെങ്കിലും അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയമാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. അസർബൈജാനിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിട്ടില്ല. ഇറാന്റെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ശത്രുക്കളുടെ സൈനിക കേന്ദ്രങ്ങളും അവരുടെ സൈനികരെയുമാണ്. അല്ലാതെ അസർബൈജാനിലേക്ക് ഈ ഇറാൻ ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതേസമയം അസർബൈജാൻ പറയുന്നത് ഇതിന് തക്കതായിട്ടുള്ള മറുപടി തന്നെ നൽകും എന്ന് അസർബൈജാൻ കൂടി വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യുദ്ധം ഇന്ന് നിലവിൽ 2 പുതിയ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചു. അതേസമയം ലെബനനിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ലെബനനിൽ ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം രൂക്ഷമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെക്കൻ ലെബനനിലുള്ള പല നഗരങ്ങളും പല ഗ്രാമങ്ങളും ഇപ്പോൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഇന്ന് മാത്രം 8 പേരാണ് മേഖലയിൽ കൊല്ലപ്പെട്ടത്. ആകെ മരണസംഖ്യ 77 കടന്നതായിട്ടാണ് ലെബനന്റെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇറാനിൽ മരണസംഖ്യ ഇതിനോടകം 1230 ആയതായിട്ടാണ് അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് ഇറാന്റെ തെക്ക് ഭാഗത്തുള്ള ടെഹ്റാന്റെ തെക്ക് ഭാഗത്തുള്ള 2 സ്കൂളുകൾക്ക് നേരെ ആക്രമണം നടന്നു എന്നാണ്. ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് പരൻ നഗരത്തിലുമാണ്. ഇത്തരത്തിൽ 2 സ്കൂളുകൾക്ക് നേരെയും നിലവിൽ ആക്രമണം ഉണ്ടായതായിട്ട് ഇറാൻ പറയുന്നുണ്ട്. ഇറാനിലുള്ള ഫാഴ്സ് ന്യൂസ് ഏജൻസിയാണ് ഇത്തരം ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത്. ഈ സ്കൂളിന്റെ തകർന്നു കിടക്കുന്ന ചില ചിത്രങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ആദ്യം ഒരു സ്കൂൾ മിനാബ് നഗരത്തിലെ ഒരു സ്കൂളിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ 180 വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 സ്കൂളുകൾക്ക് നേരെ കൂടി ആക്രമണം നടത്തിയതായിട്ടാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം വരുന്നത്. അതുപോലെ തന്നെ ഒരു അമേരിക്കൻ എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം നടത്തിയതായിട്ട് ഇറാൻ പറയുന്നുണ്ട്. എന്നാൽ ഇത് മറ്റ് വിദേശ രാജ്യങ്ങളൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ ശക്തമായി തന്നെ പ്രതിരോധം തുടരുകയാണ്. അതേസമയം അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും പശ്ചിമേഷ്യയിൽ അശാന്തി തുടരുകയാണ്. യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്ന ലക്ഷണമുണ്ട്. ഇതടക്കമുള്ള നിരവധി വിഷയങ്ങൾ സംഭവിക്കുന്നു. ഏറ്റവും ഒടുവിൽ UK-യുടെ വിദേശകാര്യമന്ത്രി അടക്കം പറയുന്നത് യുദ്ധം ആഴ്ചകളോളം നീണ്ടേക്കാം എന്ന മുന്നറിയിപ്പ് നൽകുന്ന പശ്ചാത്തലവും പ്രധാനമാണ്. അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.